ഗസ സമാധാന പദ്ധതിയെ ഹമാസ് ഭാഗികമായി അംഗീകരിച്ചതിനോട് തണുപ്പൻ രീതിയിൽ പ്രതികരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചൂടായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസിന്റെ അനുകൂല പ്രതികരണത്തെക്കുറിച്ച് നെതന്യാഹുവുമായി ഫോണിൽ സംസാരിക്കവേ അതിൽ ആഘോഷിക്കാൻ ഒന്നുമില്ല, അതിൽ വലിയ കഴമ്പൊന്നും ഇല്ല എന്ന മറുപടിയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും ഇത്ര നെഗറ്റീവ് ആകുന്നത്? ഇതൊരു വിജയമാണ്, സ്വീകരിക്കൂ എന്ന് ട്രംപ് അനിഷ്ടത്തോടെ പറഞ്ഞു. ഒക്ടോബർ 3-നാണ് സംഭവം നടന്നതെന്ന് US ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിനെ ഉദ്ധരിച്ച് അക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ ഹമാസിന്റെ ഭരണമാറ്റവും നിരായുധീകരണവും വ്യവസ്ഥ ചെയ്യുന്ന കരാറിനെ നെതന്യാഹു സ്വാഗതം ചെയ്തെങ്കിലും പൂർണ്ണമായി തീവ്ര സംഘടനയെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല. ഇസ്രായേൽ ഗസയിൽ നിന്ന് സമ്പൂർണ്ണമായി പിൻവാങ്ങിയാൽ ബന്ദികളെ വിട്ടയക്കുന്ന കാര്യം ചർച്ച ചെയ്യാമെന്നാണ് ഹമാസ് നിലപാട്. ഹമാസ് അംഗങ്ങൾ അക്രമം ഉപേക്ഷിക്കുകയും ആയുധങ്ങൾ അടിയറ വയ്ക്കുകയും ചെയ്താൽ ഗസയിൽ തുടരാമെന്നും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ഇത് നെതന്യാഹുവിന് വിജയത്തിനുള്ള അവസരമാണെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞതായി ട്രംപ് പിന്നീട് ആക്സിയോസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന് അത് സമ്മതമാണ്, വേറെ വഴിയില്ല, ട്രംപിനെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള ഫോൺ കോളിന് ശേഷം ഗസയിലെ വ്യോമാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് പ്രസ്താവന ഇറക്കിയിരുന്നു. 3 മണിക്കൂറിനുള്ളിൽ നെതന്യാഹു ബോംബ് ആക്രമണം നിർത്താനുള്ള ഉത്തരവിറക്കുകയും ചെയ്തു. ഞായറാഴ്ച അമേരിക്കൻ സമയം വൈകിട്ട് 6 മണിക്കാണ് ഗസ സമാധാന പദ്ധതി പ്രകാരം ഹമാസ് ഭരണമാറ്റത്തിന് സന്നദ്ധത അറിയിക്കേണ്ടിയിരുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കാൻ ഏതാനും ദിവസമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞു. ആദ്യഘട്ടം ഈ ആഴ്ച പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈജിപ്തിലെ റിസോർട്ട് നഗരമായ ഷാം എൽ ഷെയ്ഖിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ പരോക്ഷ ചർച്ചകൾ തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുഎസിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരേദ് കുഷ്നറും ചർച്ചയിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിരുന്നു. വാസ്തവത്തിൽ ഹമാസ് ഭീകരർ ആയുധം താഴെ വെക്കണമെന്നത് ഗസയിലെ സമാധാന കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥയാണ്. മാത്രമല്ല, ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ഇസ്രായേലികളെ ഹമാസ് ഇനിയും മോചിപ്പിച്ചിട്ടില്ല. ഉടനെ സമാധാന കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ വലിയ യുദ്ധം ഉണ്ടാകുമെന്ന് ട്രംപ് താക്കീത് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടും കൂസലില്ലാതെ മുന്നേറുകയാണ് ഹമാസ്. അതുപോലെ ഗസയിലെ മുഴുവൻ പ്രദേശത്തു നിന്നും സൈന്യം പിന്മാറില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും സമാധാന കരാറിന് വിലങ്ങുതടിയാകുമെന്ന് കരുതുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ട്രംപ് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ വന്നത് എന്ന് പറയുമ്പോഴും തനിക്ക് നൊബേൽ സമ്മാനം തരണമെന്ന് തന്നെ ട്രംപ് വാശി പിടിക്കുന്ന ഒരവസ്ഥയും ഇതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിൽ യുദ്ധമുറകളുമായി തന്നെ ഹമാസ് ഭീകരർ മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. ബെഞ്ചമിൻ നെതന്യാഹു രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഏത് നിമിഷവും വീണ്ടും ഇത്തരത്തിൽ ഒരു കരാർ ലംഘനം നടന്നേക്കാം എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്.